സംസ്ഥാന ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത കുറയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. ഇപ്പോൾ കമലേഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. കമലേഷ്, ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമോ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് സാധ്യത കുറവാകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഏവരും ഉറ്റുനോക്കുന്നത് ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയായിരിക്കും ഇന്ന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം ഒരു അന്തിമ തീരുമാനമുണ്ടാവുക? ഭദ്ര, തീർച്ചയായും ഈ സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷനുകളിൽ വർധനവുണ്ടാകുമോ എന്നുള്ളതാണ്. നിലവിലെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അടക്കം പരിശോധിക്കുമ്പോൾ അത്തരമൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന കാര്യത്തിൽ വലിയ പ്രയാസങ്ങളുണ്ട്, അല്ലെങ്കിൽ വലിയ സംശയങ്ങൾ തന്നെ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ആ നിലയിലുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നാളെ രാവിലെ 9 മണിയോടുകൂടിയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ തൻ്റെ 4ാമത്തെ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുക. ഇതിന് മുന്നോടിയായി ഇപ്പോൾ അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുകയാണ്. നമ്മുടെ ഗവൺമെൻറ് പ്രസ്സിൽ നിന്നാണ് ഈ ബജറ്റ് അച്ചടിച്ച് ധനമന്ത്രിക്ക് ലഭിക്കുക. നാളെ രാവിലെ വീട്ടിൽ നിന്നും മാധ്യമങ്ങളെ കണ്ടതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം നിയമസഭയിലേക്ക് പോവുക. ഏതായാലും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ക്ഷേമ പെൻഷനുകളിൽ വർധനവുണ്ടാകുമോ എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ആളുകളെല്ലാം തന്നെ, ജനങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു വിഷയം നിലവിലെ ബജറ്റുമായി ബന്ധപ്പെട്ട്. പക്ഷേ അത്തരത്തിലുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളായി വരുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സാധാരണഗതിയിൽ ഈ ബജറ്റുകളിൽ ഈ നികുതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മദ്യത്തിൻ്റെ വില കൂട്ടുന്ന ഒരു നടപടി സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ അത്തരമൊരു നടപടിയിലേക്ക് ഇക്കുറി കടക്കാൻ സാധ്യതയില്ല എന്ന വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുമായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഈ വിഷയങ്ങളെല്ലാം വെച്ച്, അതായത് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തും. ഈ തയ്യാറാക്കിയ ബജറ്റ് അടക്കമാണ് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുക. ഇക്കാര്യങ്ങളിലെല്ലാം ഈ മുഖ്യമന്ത്രിയുമായി നടത്തുന്ന ചർച്ചയിലാണ് ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. ഈ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്നടക്കം ചില സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ ധനമന്ത്രിക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. ക്ഷേമ പെൻഷനുകളിൽ വർധനവ് വരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. ഏതായാലും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടക്കം വരാൻ പോകുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷനുകളിൽ ഒരു വർധനവ് വേണമെന്ന നിലയിൽ തന്നെയാണ് പാർട്ടി നേതാക്കളും പാർട്ടി നേരത്തെ തന്നെ ഒരു ആലോചന നടത്തിയിരുന്നത്. ആ നിലയിലുള്ള നിർദ്ദേശങ്ങൾ ധനമന്ത്രിക്ക് നൽകിയിട്ടുമുണ്ട്. പക്ഷേ അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് കടക്കാനുള്ള സാമ്പത്തിക ശേഷി നിലവിൽ സംസ്ഥാനത്തിന് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരമൊരു പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ എന്ന കാര്യം സംശയം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ നികുതി ഏർപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മദ്യത്തിന് അധിക നികുതിയോ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ വില കൂട്ടുന്ന നടപടിയോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇതുവരെ തൊടാത്ത ചില മേഖലകളുണ്ട്. ആ മേഖലകളിലെല്ലാം തന്നെ നികുതി ഏർപ്പെടുത്തുന്നതിനാവശ്യമായ ഇടപെടലുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കും എന്ന തരത്തിലുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും നാളെ ധനമന്ത്രി അദ്ദേഹത്തിൻ്റെ 4ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ബജറ്റിനകത്ത് ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം തന്നെയാണ്. ഈ നിലവിൽ 1600 രൂപയാണ് പെൻഷനായി നൽകുന്നത്. അത് തന്നെ ചില മാസങ്ങളിൽ മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ കുടിശ്ശിക തീർത്ത് കൃത്യമായി ഓരോ മാസവും അത് നൽകുന്നതിനാവശ്യമായ ഒരു ഇടപെടൽ ഈ ബജറ്റിൻ്റെ ഭാഗമായി ഉണ്ടായേക്കും എന്ന ഒരു സൂചന തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു വിവരം. അതുപോലെ തന്നെ ഈ ഫീസുകളും മറ്റ് നിരക്കുകളും എല്ലാം തന്നെ വർദ്ധിപ്പിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ നികുതി ഏർപ്പെടുത്തിയിട്ടില്ലാത്ത അല്ലെങ്കിൽ നികുതി വർധനവ് ഏർപ്പെടുത്തിയിട്ടില്ലാത്ത ചില മേഖലകളുണ്ട്. സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ധനവകുപ്പ് നേരത്തെ കാര്യമായി തൊട്ടിട്ടില്ലാത്ത ചില മേഖലകളുണ്ട്. ആ മേഖലകളിൽ കൂടി നികുതി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു ഇടപെടൽ നടത്താൻ കഴിയുമോ എന്നതടക്കം ഇന്നത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ ഉയർന്നു വരാനുള്ള സാധ്യതയാണ്. അതുപോലെ തന്നെ റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം, അതുപോലെ തന്നെ ഈ സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ ഒരു പങ്ക് നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഈ ബജറ്റിൻ്റെ ഭാഗമായി വന്നേക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തിക മാന്ദ്യം സർക്കാരിൻ്റെ മുന്നിലുണ്ട്. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും അവയെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റായിരിക്കും നാളെ ധനമന്ത്രി സഭയിൽ അവതരിപ്പിക്കുക. ഭദ്ര. തീർച്ചയായും കമലേഷ്, അതായത് സംസ്ഥാന ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കമലേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ആശങ്ക നിലനിൽക്കുകയാണ്.